ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിതൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു, ഒരു വീക്കെൻഡ് ട്രിപ്പ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ വർക്കലയ്ക്ക് അടുത്തുള്ള പരവൂർ എന്നുള്ള സ്ഥലത്തേക്ക്. അവിടെ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്, അത് കാണാനാണ് പോയത്. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫി സാധ്യതകളെ കുറിച്ചും വീഡിയോ ഫ്രെയിമിങ്ങിന്റെ സാധ്യതയെ കുറിച്ചൊക്കെ പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പരവൂർ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഇതുവരെ കൊല്ലം ആ സൈഡൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം അതിനിടയ്ക്ക് ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ. ഞാനാണെങ്കിൽ നാളായിട്ട് ട്രിപ്പ് എവിടേക്കും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം ആഷിക്ക് വന്നു, നമ്മൾ കോഴിക്കോട് വന്നു, നമ്മളൊന്ന് വണ്ടി എടുത്ത് പോവുക ചെയ്തേ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പാർട്ണറായ അഞ്ജലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ദെൻ ഒരു ഈവനിങ് ആയതോടുകൂടി അവിടെ എത്തി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കൊല്ലത്ത് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ ആകെ കൂടി പോയിട്ടുള്ളത് മൺട്രോ മാത്രമാണ്. മൺട്രോ ഞങ്ങൾ ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഒരു പുതിയ സ്ഥലം കൂടി കാണാമല്ലോ എന്നുള്ള സെറ്റപ്പിൽ. പിന്നെ മൺട്രോ കുറച്ചുകൂടി ക്രൗഡഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പരവൂർ എന്നുള്ള സ്ഥലം മാത്രം ഞാൻ സെലക്ട് ചെയ്തു. അന്ന് ഈവനിങ് ആയിട്ട് പരവൂരെത്തിയിട്ട് അവിടെ ചോദിച്ചപ്പോൾ കുറച്ച് കയാക്കിംഗ് കമ്പനീസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് ലാൻഡ് എന്നുള്ളൊരു കയാക്കിംഗ് കമ്പനിയുടെ കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മൾ ഒരു ഈവനിങ് ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു സൺസെറ്റ് കാണാനുള്ള രീതിയിൽ ട്രഡീഷണൽ ബോട്ടാണ് ഞങ്ങൾ എടുത്തിട്ടോ. ട്രഡീഷണൽ ബോട്ട് എടുക്കാൻ കാരണം വെച്ചാൽ അവിടെ കൂടുതൽ കയാക്കിംഗ് സെറ്റപ്പാണ് കൂടുതൽ. പക്ഷെ കയാക്കിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഗിയേഴ്സ് ഒന്നും കൊണ്ടുപോകാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വലിയ ട്രഡീഷണൽ ബോട്ട് എടുത്തു. എന്നിട്ട് ആണ് ഞങ്ങൾ പോയത്. പിന്നെ മൺട്രോ വെച്ച് നോക്കുമ്പോൾ പരവൂർ കുറച്ചുകൂടി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞത് കാരണം അവിടുത്തെ ഫോർമേഷൻ ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി ഒരു വലിയൊരു ടണലൊക്കെ ഉണ്ട്, ലൈക്ക് മാംഗ്രൂവ് ടണലുണ്ട്. ആൾക്കാർ പറഞ്ഞത് അത് ഒരു മാൻമെയ്ഡ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണെന്നാണ് കേട്ടോ. എനിക്ക് അറിയില്ല, തൊഴിയാവുന്ന ചേട്ടന്മാർ പറഞ്ഞ കാര്യമാണ് അത് മാൻമെയ്ഡ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ 2 ഐലൻഡിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് ഒരു ടണൽ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നല്ല ഫ്രെയിം ഉണ്ട്. അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അങ്ങോട്ട് പോയത്. ചെന്ന ദിവസം തന്നെ നമ്മൾ പോയി കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടു, സൺസെറ്റൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് സ്പോട്സുകൾ ഞങ്ങൾക്ക് കിട്ടി. പിറ്റേ ദിവസം നമ്മൾ എന്തായാലും പറഞ്ഞത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇത് സ്കൗട്ടിങ് പോലെ നമ്മൾ ഈ ടൈം നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പോട്ടുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ദെൻ ഞാൻ അന്ന് 2-3 ലെൻസുകൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത 3 ലെൻസ് എന്ന് പറയുന്നത് ഒന്ന് 14-24 അൾട്രാ വൈഡ് ലെൻസ്, പിന്നെ യൂസ് ചെയ്തത് 50mm, പിന്നെ 24mm 1.4. അങ്ങനെ 3 ലെൻസസാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്. 14-24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മൊത്തം ആ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി കിട്ടാൻ രീതിയിലാണ് ഞാൻ 14-24 ഞാൻ യൂസ് ചെയ്തത്. പാർട്ട്ണർ കൂടെ വന്നിരുന്നു. അപ്പോൾ ആളാണ് ഞങ്ങളുടെ മെയിൻ മോഡൽ. അപ്പോൾ ആളെ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ടെസ്റ്റ് ഷോട്ടുകളൊക്കെ എടുത്തായിരുന്നു. 14-24 ഇടുമ്പോൾ ഭയങ്കര ഒരു വൈഡ് സെറ്റപ്പിൽ നമുക്ക് ഷോട്ട്സ് കിട്ടി. പിന്നെ 50 യൂസ് ചെയ്ത് നോക്കി. അപ്പം നല്ല ഡെപ്തിൽ നമ്മൾ പോർട്രേറ്റ് എടുക്കാൻ വേണ്ടി നല്ല ഡെപ്തിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആയിട്ടുള്ള കുറച്ച് ഷോട്ട്സ് നമ്മൾ എടുത്തിട്ടു. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് 24mm എന്നുള്ള ലെൻസാണ്. അപ്പോൾ അത് 24 യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കിട്ടുകയാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം വൈഡും ആണ്, പിന്നെ 1.4 എന്നുള്ള അപ്പർച്ചറുള്ള കാരണം അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നല്ല ഡെപ്തും കിട്ടി. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് 24mm 1.4 എന്നുള്ള ലെൻസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് നാളെ രാവിലെ ചെയ്യുമ്പോൾ എനിക്കതിനെ 24mm സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അധികം ഷോർട്സ് മിസ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല ലൈറ്റ് മിസ് ചെയ്യാണ്ട് എനിക്ക് കുറച്ച് ഷോർട്സ് കിട്ടുന്നു. ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു ലെൻസാണ് 50mm 1.4 അല്ലെങ്കിൽ 1.2 ആയിട്ടാണെങ്കിലാണ്. അതാകുമ്പോൾ നല്ല ബൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ. ഇപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഷോർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, 1.2 എടുത്തുള്ള ഷോർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാണുമ്പോൾ നല്ല ബൊക്കെയാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല കളർ റീപ്രൊഡക്ഷനാണ് ഈ ലെൻസിന്. 24 ആയാലും ജി മാസ്റ്റർ തന്നെയാണ്. അതിന് കുറച്ചും കൂടി ലൈറ്റർ ലെൻസാണ്. മറ്റേത് 50mm കുറച്ച് ഹെവി ലെൻസാണ്. പക്ഷേ 24mm കുറച്ച് ലൈറ്റർ ലെൻസാണ്. ക്യാരി ചെയ്യാനും പിന്നെ ഹാൻഡ് ഹെൽഡ് ഷോട്ടുകൾക്കൊക്കെ 24 അടിപൊളിയാണ്. അപ്പം അതിനും കളേഴ്സൊക്കെ അടിപൊളിയാണ്. 3-ാമത്തെ യൂസ് ചെയ്ത് സിഗ്മയുടെ അൾട്രാ വൈഡ് ലെൻസ് വന്നില്ല, 14-24 ആണ്. അത് അത്രയും കളർ റിപ്രൊഡക്ഷനൊക്കെ അത്രയും ജി മാസ്റ്ററിന് അത്ര വെച്ച് നോക്കുമ്പോൾ അത്രയും ഇല്ല. അൾട്രാ വൈഡ് ആയാലും കുറച്ച് ഡിസ്റ്റോർഷൻ പ്രശ്നങ്ങളുണ്ട്. കളേഴ്സ് ആയാലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ലെൻസ് തന്നെയാണ്. ലൊക്കേഷൻ സ്കൗട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളി സൺസെറ്റ് ആയിരുന്നു, അടിപൊളി കളേഴ്സ് ആയിരുന്നു. സൺസെറ്റ് വലിയ കളർ ഉണ്ടായെങ്കിലും സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടി പ്ലാനൊക്കെ ചെയ്ത് ഞങ്ങൾ വർക്കലയിൽ പോയാണ് സ്റ്റേ ചെയ്തിട്ടോ. അല്ലെങ്കിൽ ക്ലിഫ് സ്റ്റോറീസ് എന്നുള്ളൊരു സ്റ്റേയിലാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 5:30 അവിടെ നിന്ന് പുറപ്പെട്ടു. 6 മണിക്ക് എത്തി. അപ്പം തന്നെ ഒരു ചേട്ടന്മാരൊക്കെ റെഡി ആയിരുന്നു വെസ്റ്റ് ലാൻഡിലെ.
അവർ പറഞ്ഞു അവരൊരു കയാക്കും കൂടി എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കയാക്കും നമ്മുടെ വഞ്ചിയിൽ വെച്ച് നമ്മൾ പോയി. അപ്പോഴും നമ്മൾ ട്രഡീഷണൽ ബോട്ടാണ് എടുത്തത്, നല്ല വലിപ്പമുള്ള ട്രഡീഷണൽ ബോട്ടാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു, 2 ഡ്രോൺ ഉണ്ടായിരുന്നു. ഇതെല്ലാ സാധനങ്ങളും നമ്മൾ സുഖമായിട്ട് വയ്ക്കുകയും ചെയ്യാം. പിന്നെ ട്രഡീഷണൽ ബോട്ടുകൾ നമ്മുടെ ഫ്രെയിമിൽ വരുമ്പോൾ ഭയങ്കര വേറൊരു ഭംഗിയാണ്. അതും കൂടി കൺസിഡർ ആയിട്ടാണ് നമ്മൾ ട്രഡീഷണൽ ബോട്ട് എടുത്തത്. പിന്നെ സേഫാണ്. സൺറൈസ് ടൈമിൽ നമുക്ക് ഈ ടണലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം വെച്ചാൽ അവിടെ തീരെ ലൈറ്റ് വരില്ല. നല്ല ലൈറ്റ് ഉണ്ടായാലേ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരുള്ളൂ. അപ്പോൾ സൺറൈസ് ഞങ്ങളൊരു കായലിൽ നിന്ന് കണ്ട്, നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ലൈറ്റൊക്കെ കയറി തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാണ് ചെയ്തത്. അപ്പോൾ വലിയ തിരക്കുണ്ടായില്ല ഞങ്ങൾ പോയ സമയത്ത്. അപ്പം അധികം അവിടെ വേറെയും കയാക്കിംഗ് സെൻറ്റേഴ്സും ഉണ്ട്, വേറെ വഞ്ചികളുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിമുകളിൽ വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സൊക്കെ അധികം ആൾക്കാരൊന്നും ഇല്ലാണ്ട് കിട്ടി. നമ്മൾ ലേറ്റ് ആവും തോറും ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഞാൻ അവിടെ കണ്ടത്. നമ്മുടെ മലയാളികൾ വളരെ ചുരുക്കമായിരുന്നു, പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ, 10-30 ആൾക്കാർ ഒരുമിച്ച് കണ്ടു, 2-3 ഗ്രൂപ്പുകളായിട്ട്. ഞാൻ പിന്നെ ഏർലി മോർണിംഗ് ലൈറ്റില്ല വെച്ചാൽ സൺറൈസിന് തൊട്ടടുത്തുള്ള സൺറൈസിനും ആ ഒരു ടൈമിൽ ഞാൻ അധികം ഡ്രോൺ ഷോട്ട്സ് എടുക്കാറില്ല. വെച്ചാൽ ലൈറ്റ് കുറവായ സമയത്ത് നമ്മൾ ഡ്രോൺ ഷോട്ട്സ് എടുത്താൽ നമ്മുടെ ISO നമ്മൾ കുറച്ച് കയറ്റേണ്ടി വരും. അപ്പം നോയ്സ് ഇഷ്യൂ ഉണ്ട്. ഏത് ഡ്രോൺ ആയാലും ഇപ്പം അതിൻ്റെ ISO-നൊക്കെ മേടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ലൈറ്റുള്ള സമയത്തെ ഞാൻ ഡ്രോൺ എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു 7 മണിക്ക് തൊട്ടിട്ടാണ് ഞാൻ ഡ്രോൺ ഷോട്ട്സ് എടുത്തത്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ടോപ്പ് ഡൗൺ ഷോട്ട്സ് ആണ്. അപ്പം അവിടെ അതിൻ്റെതായ കുറച്ച് നല്ല സ്ഥലമാണ്. കാരണം വെച്ചാൽ അവിടെ ഈ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതിൽ തന്നെ കുറേ ഇങ്ങനെ ചെറിയ കടൽ കാടുകൾ ഇങ്ങനെ ചെറിയ ഉണ്ട പോലെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡ്രോണിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ വഞ്ചി ഭയങ്കര സബ്ജക്റ്റാണ്. എന്നുവെച്ചാൽ എപ്പോഴും നിങ്ങൾ പ്ലെയിൻ ഷോട്ട്സ് എടുക്കാണ്ട് നിങ്ങളൊരു ലാൻഡ്സ്കേപ്പിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ വഞ്ചിയൊക്കെ ആണെങ്കിൽ വഞ്ചി അല്ലെങ്കിൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ആളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് അതിൻ്റെ സൈസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വഞ്ചി അടിപൊളി സംഭവമാണ്. അതുപോലെ കയാക്കിങ് അതും അടിപൊളി. കാരണം വെച്ചാൽ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ കയാക്കിൻ്റെ കളർ അറിയാമല്ലോ, ഭയങ്കര ചോപ്പർ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ട് നമ്മൾ ഫ്രെയിമിൽ നിൽക്കണം. അപ്പം അതും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ വലിപ്പം അതൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോസും വീഡിയോസും അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ബിഫോർ ആഫ്റ്റർ എല്ലാം ഞാൻ പതുക്കെ വീഡിയോസിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലെൻസുകൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ ലെൻസുകളാണോ ഏതൊക്കെ ഗിയറാണോ അത് വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങളുടേതായ സ്റ്റൈലിൽ. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഇത് ഫോട്ടോഗ്രാഫി ട്രിപ്പിനുപരി ഒരു അടിപൊളി വീക്കെൻഡ് സ്പോട്ടാണ് കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രം പറ്റുന്ന സ്ഥലമൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, നല്ല ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോയി ജോലി അടിച്ച് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ പിന്നെ ഫസ്റ്റായിട്ട് കയാക്കിങ് ട്രൈ ചെയ്തത് അവിടെയാണ്. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും പിന്നെ ആഷിക്കും കയാക്കി ട്രൈ ചെയ്തു. അതിൻ്റെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലാണ്, അടിപൊളിയാണ്. എസ്പെഷ്യലി നമ്മൾ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ കയാക്ക് വരുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്, നല്ല അടിപൊളി വിഷ്വലാണ്. അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ പോയ കയാക്കിംഗ് ടീമിൻ്റെ പേര് വെസ്റ്റ് ലാൻഡ് എന്നാണ്. അവരെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. എനിക്ക് 2500 രൂപയാണ് നമുക്ക് ബോട്ടിന് വെച്ചാൽ ട്രഡീഷണൽ ബോട്ടിന് അവർ ചാർജ് ചെയ്തത്. ഈ കൃത്യമായിട്ടുള്ള റേറ്റ് അറിയില്ല. ഞങ്ങൾ വീക്കെൻഡ് അല്ല ആക്ച്വലി പോയി, ഞങ്ങൾ വീക്ക് ഡേ ആണ്. അതുകൊണ്ട് ഇച്ചിരി പൈസ കുറവുണ്ടായിരുന്നു. വീക്കെൻഡ് പോയി ചിലപ്പോൾ പൈസ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ മോസ്റ്റ്ലി എപ്പോഴും കവർ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ, എറണാകുളം അല്ലെങ്കിൽ ഇടുക്കി, അങ്ങനെ 2-3 ജില്ലകളാണ് ഞാൻ കേരളത്തിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങൾ അവിടെ എന്തായാലും ഇവിടെയും എല്ലാ സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഈ വീഡിയോയെ കുറിച്ച് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ട്രാവലും ഫോട്ടോഗ്രാഫിയും കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക, DM ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യുക. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ.
കാണാം.